എല്ലാ വന്യപ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ കൂപ്പുകയും നമസ്കാരവും അർപ്പിക്കുന്നു. പുതിയൊരു എപ്പിസോഡിലേക്ക് നമുക്ക് കടക്കാം. ഇത് ഏതാണ്ട് ഒരുപാട് എപ്പിസോഡായി, 70 എപ്പിസോഡോളം ആയി എന്നാണ് എൻ്റെ തോന്നുന്നത്. എനിക്ക് കറക്റ്റായിട്ട് എൻ്റെ ഒരു നമ്പർ ഞാൻ വെച്ചിട്ടില്ല. തോന്നുന്നു ഇടുന്നു, അതിനുള്ള സമയമുള്ളതുകൊണ്ട് ഞാൻ തോന്നുന്നു ഇടുന്നു എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പിത്താശയക്കല്ലിനെ കുറിച്ചാണ്. കല്ലുകൾ ഒരുപാട് തരത്തിലുണ്ട് മനുഷ്യൻ്റെ ശരീരത്തിൽ. മനുഷ്യനെ മണ്ണിൽ നിന്ന് എടുത്തു എന്നുള്ളതാണ് ബൈബിൾ കൺസെപ്റ്റ്. ആ കൺസെപ്റ്റിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടല്ല ഈ കല്ലെല്ലാം ശരീരത്തിൽ വന്നത്. അങ്ങനൊന്നും വിചാരിച്ചളയില്ല കേട്ടാ. യുക്തിവാദികളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവർ വിചാരിക്കും ഇത് കല്ലിൽ മണ്ണിൽ നിന്ന് എടുത്തുന്നല്ലേ, അതുകൊണ്ടാകെ ശരീരത്തിലെല്ലാം കല്ലാതായി. ഈ സലൈവറി ഗ്ലാൻഡ് കല്ലുണ്ട്, അതുപോലെ പിത്താശയ കല്ലുണ്ട്, മൂത്രത്തി കല്ലുണ്ട്, അങ്ങനെ ഉള്ള കല്ലുള്ള പലതും ഉണ്ട്. പലയിടത്തൊന്നും കണ്ടുപിടിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇന്ന് പിത്താശയ കല്ലിനെ കുറിച്ച് പറയുമ്പോൾ ഗോൾ ബാഡർ സ്റ്റോൺ എന്ന് ഇംഗ്ലീഷിൽ പറയും, അല്ലെങ്കിൽ കോളിലെത്തിയാസിസ്. കോളിലെത്തിയാസിസ് എന്ന് പറയുന്നത് പിത്താശയ കല്ലാണ്. പിത്താശയം നമുക്കറിയാം, ഒരു പച്ച നിറത്തില് നമ്മുടെ ലിവറിന്റെ നടുക്ക് ഇരിക്കുന്നു. ലിവർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ലിവർ നമ്മുടെ കരളാണ്. ഈ കരളെന്ന് പറയുന്ന ചില ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, നീ എൻ്റെ കരളല്ലേ. ആ കരളല്ല, ഇത് കരളാണ്. എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ നമ്മുടെ വലത് ഭാഗത്ത് വെച്ചിരിക്കുന്ന കരളാണ്. 1.5 കിലോഗ്രാം വെയിറ്റ് കാണും. അപ്പോൾ അതിൽ നിന്ന് ഇറങ്ങുന്ന സെക്രീഷൻസിനെയാണ് ബൈൽ എന്ന് പറയുന്നത്. ഈ ബൈലിന് കട്ടി കൂടുമ്പോഴാണ് ഇത് സ്റ്റോണായിട്ട് മാറുന്നത്. അതുപോലെ കൊളസ്ട്രോള് കൂടുതൽ വരുമ്പോഴും ഫാറ്റി ഫുഡ്സ് കൂടുതൽ കഴിക്കുമ്പോഴുമാണ് ഈ സ്റ്റോൺ കൂടുതൽ ഉണ്ടാകുന്നത്. ഞങ്ങൾ പഠിക്കുന്ന കാലത്ത്, അതായത് 1984-85 കാലഘട്ടങ്ങളിൽ ഫാറ്റ് ഫെർട്ടൈൽ വിമൻ ഓഫ് 40 എന്നുവെച്ചാൽ 40 വയസ്സുള്ള ആരോഗ്യവതിയായ വണ്ണമുള്ളൊരു ലേഡിക്ക് വരുന്ന അസുഖമായിരുന്നു കോളിസിസ്റ്റൈറ്റിസ്, അല്ലെങ്കിൽ പിത്താശയ കല്ലിൻ്റെ പ്രശ്നങ്ങൾ. എന്നാൽ ഇന്ന് അങ്ങനൊന്നും അല്ല കാര്യങ്ങൾ. ഇത് ആർക്കും വരാം, ചെറിയ പിള്ളേർക്ക് വരെ ഞാൻ കണ്ടിട്ടുണ്ട്. ചെറിയ പിള്ളേർക്കല്ല, ഒരു അല്പം പ്രായമുള്ള ആൾക്കാർക്കൊക്കെ കണ്ടിട്ടുണ്ട്. അത് മിക്ക കേസുകളും ഇതിനകത്ത് അസിംറ്റമാറ്റിക് ആണ്. എന്ന് വെച്ചാൽ യാതൊരു ലക്ഷണവും കാണിക്കുന്നില്ല. എന്നാൽ ചില പേഷ്യൻസിനെ സംബന്ധിച്ചോളം അത് സിംറ്റമാറ്റിക് ആയിട്ട് വരും. ചില ആൾക്കാരെ നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് കഴിയുമ്പോഴാണ് വീണ്ടും വേദന വരുന്നത്. ആ വേദന, അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ഓപ്പറേഷൻ ചെയ്ത ഡയഗ്നോസ് ശരിയല്ല. നിങ്ങളുടെ പിത്താശയക്കല്ലല്ല നിങ്ങളെ വേദന ഉണ്ടാക്കിയത്, മറ്റെന്തോ കാര്യങ്ങൾ അതിൻ്റെ പിന്നാലെയുണ്ട്. അതുകൊണ്ട് കറക്റ്റായിട്ട് അത് ഡയഗ്നോസ് ചെയ്തതിന് ശേഷം മാത്രമേ അത് ഓപ്പറേഷനായിട്ട് മുതുകാവൂ. അപ്പോൾ 5 മില്ലിമീറ്റർ കൂടുതലുള്ള കല്ലുകളാണെങ്കിൽ അത് ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് എന്ന് വെച്ചാൽ മഞ്ഞപ്പിത്തമായിട്ട് സംഭവിക്കാം. ചില സമയത്ത് വയറുവേദനയായിട്ട് വരാം. അതുപോലെ വോമിറ്റിംഗ്, ഛർദില്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാം. പല ലക്ഷണങ്ങൾ ഇതിനെ കാണാം. എന്നാൽ 10% ആൾക്കാർക്ക്, ഗോൾ ബാഡർ സ്റ്റോൺ ഉള്ള 10% ആൾക്കാർക്ക് മാത്രമേ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണിക്കത്തുള്ളൂ. ബാക്കി 90% യാതൊരു ലക്ഷണവും കാണിക്കത്തില്ല. ഇതുകൊണ്ടുള്ള കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ചില സമയത്ത് വേദന വരും. ഈ വലിയ കല്ലാണെങ്കിൽ ജോണ്ടിസ് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ 10%-ൽ 20% ആൾക്കാർക്ക് ഈ കൊളസ്ട്രോൾ കല്ലിൻ്റെ നിമിത്തവും ഈ ബൈൽ ഇതിൻ്റെ നിമിത്തവും ക്യാൻസർ വരാം. വർഷങ്ങളായിട്ട് കടന്ന് ക്യാൻസർ വരാം 20% ആൾക്കാർക്ക്. 10%-ൽ 20% ആൾക്കാർക്ക് ക്യാൻസർ വരാമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് എടുത്തു കളയുന്നതുകൊണ്ട് കുഴപ്പമില്ല. എന്നാൽ എടുത്തു കളയാൻ നിങ്ങൾക്ക് ലക്ഷണമൊന്നുമില്ല, അതിൻ്റെ കാര്യവുമില്ല. അപ്പോൾ അവിടെ ലാപ്രോസ്കോപ്പിക്ക് വഴി നിങ്ങൾ ബൈൽ ഡക്ട് ലൈഗേറ്റ് ചെയ്ത് നിങ്ങളുടെ ബൈല് പിത്താശയം എടുത്തു കളയും. അത് കല്ല് മാത്രം എടുക്കുന്ന ഒരു സംവിധാനം നമുക്ക് ഇതുവരെ വന്നിട്ടില്ല. അവിടെ നമ്മൾ കോളിസിസ്റ്റക്ടമി അല്ലെങ്കിൽ കോളിസിസ്റ്റോക്ടമി, പിത്താശയ കല്ല് റിമൂവ് ചെയ്യും. അത് പേടിക്കൊന്നും വേണ്ട, ഇപ്പോൾ വളരെ സുഖമായിട്ടുള്ളൊരു അസുഖമാണ്. അത് പറ്റിയില്ലെങ്കിൽ ഓപ്പൺ ലാപ്രോട്ടമി ചെയ്താണ് ഇത് ശരിയാക്കുന്നത്. അപ്പോൾ ഇത് വരാതിരിക്കാൻ കൂടുതൽ ഫാറ്റി ഫുഡ്സ് കഴിക്കാതിരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴേ നമ്മൾ നമ്മുടെ ഫുഡിൽ കുറേ റെസ്ട്രിക്ഷൻസ് ഒക്കെ കൊടുത്ത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയാൽ പിത്താശയ കല്ലുകൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതല്ല സാധാരണഗതിയിൽ. പക്ഷെ എല്ലാവർക്കും സാധാരണഗതി പ്രായോഗികമല്ലല്ലോ. അപ്പോൾ
എന്നെ കേട്ടതായിട്ടുള്ള എല്ലാ പ്രേക്ഷകർക്കും ഞാൻ നന്ദി പറയുന്നു. ഇത്രയും നേരം എന്നെ സഹായിച്ച നിങ്ങളോടുള്ള നന്ദി സ്നേഹം അറിയുന്നു. ഇന്ന് നമ്മളെ സഹായിച്ചത്, നമ്മുടെ സ്റ്റുഡിയോയിലെ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തത് നമ്മുടെ സിസ്റ്ററായിട്ടുള്ള മഞ്ജു കുമാരി ടി ആണ്. അത് ഒരു ജനറൽ മെഡിസിൻ സിസ്റ്ററാണ് എന്നെ പല കാര്യങ്ങളിലും ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയും വന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള സന്മനസ് കാണിച്ചു. സിസ്റ്റർക്ക് നന്ദി. ഇതുവരെയും ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ലെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾ ഫോൺ നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾ ഫോൺ ഉപയോഗിച്ച് നിങ്ങൾ വിളിച്ചാൽ ഞാനത് അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദിയും നമസ്കാരവും. ഓക്കെ.